Hello everyone. Today we are going to discuss another story, The Sarang of Rana Ganji. And this is our last session in the series of summaries. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തത് നമ്മുടെ +1 ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയിലുള്ള ചാപ്റ്റേഴ്സിൻ്റെ സമ്മറിയാണ്. അതായത് നമ്മൾ തുടങ്ങിയത് എവിടുന്നാ? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് മുതൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഇഫ് എന്ന പോയം, ഫസ്റ്റ് യൂണിറ്റിലെ ഇഫ് എന്ന പോയം ഡിസ്കസ് ചെയ്തു. ഐ വിൽ ഫ്ലൈ എന്ന സ്പീച്ചിൻ്റെ സമ്മറി നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് ആൻഡ് ദെൻ ഗാന്ധി കെയിം ഡിസ്കസ് ചെയ്തു. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഡിസ്കസ് ചെയ്തു. അതേപോലെ ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ഏരിയയിലെ ലാസ്റ്റ് ചാപ്റ്റർ ദ സെറാങ് ഓഫ് റാണ ഗഞ്ചി, നമ്മുടെ സ്റ്റോറി, ലാസ്റ്റ് സ്റ്റോറി. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ കൂടുതലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്റ്റോറീസാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോറീസിൻ്റെ സമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സമ്മറി സീരീസിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ സെറാങ് ഓഫ് റാണ ഗഞ്ചി വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ആദ്യം ഞാൻ ആ സ്റ്റോറി മലയാളത്തിൽ പറയും, അതിനുശേഷം അത് നമുക്ക് ഇംഗ്ലീഷിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ദ സെറാങ് ഓഫ് റാണ ഗഞ്ചി എന്ന് പറയുന്നത് ഒരു നറേറ്റീവാണ്, ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ്, ഒരു വിവരണമാണ്. അതിൻ്റെ വിവരിക്കുന്ന ആൾ ആരാണ് അവതരിപ്പിക്കുന്നത്? അത് അവതരിപ്പിക്കുന്നത് ഒരു ഡോക്ടറാണ്, ഒരു ഫിസിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് എ.ജെ. ക്രോണിൻ എന്നാണ്. എ.ജെ. ക്രോണിൻ്റെ ഇത്തരത്തിലുള്ള അവതരണങ്ങളെല്ലാം, നറേറ്റീവ്സ് എല്ലാം വളരെ ഫേമസ് ആണ്, വളരെ രസകരവുമാണ്. നിങ്ങൾ തന്നെ മറ്റ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സെറാങ് ഓഫ് റാണ ഗഞ്ചി എന്ന് പറയുന്നത് ഒരു ഷിപ്പാണ്. ലിവർപൂളിൽ നിന്ന് കൽക്കട്ടയിലേക്ക് നിറയെ പാസഞ്ചേഴ്സുമായി യാത്ര ചെയ്തു വരുന്ന ഒരു ഷിപ്പ്. ആ ഷിപ്പിലെ യാത്രക്കാരാരാ? ടൂറിസ്റ്റുകളുണ്ട്, ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് ഉണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷിപ്പ് എന്ന് പറയുന്നത് തിക്ക് പാക്ഡ് ആണ്, ഇടിച്ച് തിങ്ങിയ ആളാണ്, ഒരിടത്തും സ്പേസ് ഇല്ല. അതേപോലെ ഇടിച്ച് തിങ്ങിയ ആളുമായിട്ടാണ് നമ്മുടെ ഷിപ്പ് ലിവർപൂളിൽ നിന്ന് കൽക്കട്ട ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ആ ഷിപ്പിലെ ഡോക്ടറാണ് എ.ജെ. ക്രോണിൻ. ഈ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കാമായിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. ഈ ഷിപ്പിൽ ധാരാളം പ്ലഷർ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ പ്ലഷർ ആക്ടിവിറ്റീസ് ഒക്കെ ഹെഡ് ചെയ്യുന്ന ആളാരാ? ജോബ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു ഡാഷിങ് സ്റ്റൈലുള്ള ഒരു ലേഡിയാണ്. അങ്ങനെ ഷിപ്പ് യാത്ര തിരിച്ചു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഷിപ്പ് യാത്ര തിരിച്ചു വരുമ്പോൾ ആ ഷിപ്പിലെ സെറാങ്ങായിട്ടുള്ള നമ്മുടെ ഹസൻ ഡോക്ടറോട് വന്ന് പറയും, 2 പേർക്ക് രോഗമാണ്. 2 പേർക്ക് എന്ത് രോഗമാണ്? അവർ സ്മോൾ പോക്സിൻ്റെ സിംറ്റംസ് കാണിക്കുന്നു. അന്നത്തെ കാലത്ത് സ്മോൾ പോക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടാജിയസ് ഡിസീസാണ്, ഒരു പകർച്ചവ്യാധിയാണ്, ഒരു ഡ്രെഡ്ഫുൾ ഡിസീസാണ്, ഭയപ്പെടുത്തുന്ന രോഗമാണ്. അപ്പോൾ ഡോക്ടർ സ്ഥിരീകരിച്ചതിന് ശേഷം ക്യാപ്റ്റൻ ഹാമ്പിൾ, ഷിപ്പിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിലെ ക്യാപ്റ്റനാണ്, ക്യാപ്റ്റനെ അറിയിക്കാൻ പോകും. ക്യാപ്റ്റൻ്റെ അടുത്ത് ചെന്നിട്ട് ക്യാപ്റ്റനോട് വിവരം പറയും. ക്യാപ്റ്റൻ ആണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഒരു തിക്ക് സെറ്റായിട്ടുള്ള, എന്നാൽ വളരെ ഫെയർ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്, നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കാര്യം പറയും. അദ്ദേഹം ഈ 2 രോഗികളെ ആരെ ഏൽപ്പിക്കും? ഡോക്ടറിനെ ഏൽപ്പിക്കും. ഡോക്ടറിനൊരു സഹായിയെ കൊടുക്കും. ആ സഹായി തൻ്റെ ഏറ്റവും വിശ്വസ്തനാണ് എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. ആരാണ് സഹായി? നമ്മുടെ ഹസൻ തന്നെയാണ് സഹായി. അങ്ങനെ ഹസനും ഡോക്ടറും കൂടി ഈ പേഷ്യൻസിനെ ഏറ്റെടുക്കും. പക്ഷെ അവർ ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നം എന്താ? ഷിപ്പിൽ സ്ഥലമില്ല. അങ്ങനെ അവരൊരു മേക്ക് ഷിഫ്റ്റ് ലസാറട്ടോ, ഒരു ടെമ്പററി ഷെൽട്ടർ ഉണ്ടാകും. എവിടെയാ? ഇൻ ദ സ്റ്റേൺ ഓഫ് ദ ഷിപ്പ്. ഷിപ്പിൻ്റെ മുകളിൽ ഒരു ടെമ്പററി ഷെൽട്ടർ ഉണ്ടാകും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ ഓരോ പേഷ്യൻറ്റിനും ഒരു ആൻറ്റി പൈററ്റിക് കൊടുക്കും. അവരുടെ ഷെൽട്ടറിന് ചുറ്റും ഒരു പെർമാംഗനേറ്റ് സൊല്യൂഷൻ മുക്കിയ ക്ലോത്ത്, ഡിസിൻഫെക്റ്റൻ്റ് മുക്കിയ ക്ലോത്ത് അവർ വിരിച്ചിടും. അപ്പോൾ ഒരു കുക്കിംഗ് സ്റ്റൗവ് സെറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയാണ് കുക്കിംഗ് സ്റ്റൗ സെറ്റ് ചെയ്യുന്നത്? ഇവർക്കുള്ള ആഹാരം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുക്കിംഗ് സ്റ്റൗവ് സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഒരാൾ കൂടി രോഗിയാവും. പിന്നെ ആ രോഗികളുടെ എണ്ണം 2 നിന്ന് 3 ആകുന്നു, 3 6 ആകുന്നു, 6 10 ആവുന്നു, 10
14 ആകും. പക്ഷെ നമ്മുടെ ഹസൻ ഈ രോഗികളെയൊക്കെ ടേക്ക് കെയർ ചെയ്യുകയാണ്. രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്നു. ഹസൻ ഒരു പ്രതീക്ഷ, ഒരു റിവാർഡിൻ്റെ ആഗ്രഹവും ഇല്ല. ഹസൻ ആണെങ്കിൽ ഒരു ഭയവുമില്ല അവരുടെ അടുത്തേക്ക് പോകുവാനായിട്ട്. പക്ഷേ 2-3 ദിവസം കഴിയുമ്പം അതിൽ 2 പേഷ്യൻസ് മരിക്കും. ഹസൻ എന്ത് ചെയ്യും? ഹസൻ രാമായണം വായിക്കും. ഹസൻ ഒരു മുസ്ലിം ആണെങ്കിൽ പോലും ഹസൻ ഈസ് എ മാൻ ഓഫ് റിലീജിയസ് ടോളറൻസ്. അപ്പോൾ എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം രാമായണം വായിക്കും. അത് കഴിഞ്ഞ് ഷിപ്പ് കൊളംബോയിലെത്തും. കൊളംബോയിലെത്തുമ്പം ഷിപ്പിലുള്ള രോഗികളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. ഡോക്ടർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഹസൻ വീണ്ടും ജോലി ചെയ്യുകയാണ്. ഹസൻ ലഗേജ് അൺലോഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് ജോബ് സ്മിത്ത് വീണ്ടും കടന്നു വരും. എന്നിട്ട് ഡോക്ടറോട് ചോദിക്കും, ഈ ആനിമൽ, ഈ സ്ട്രേഞ്ചായിട്ടുള്ള രൂപത്തെ താങ്കൾ എവിടെയാണ് ഇത്രയും നേരം സൂക്ഷിച്ചിരുന്നത്? അപ്പോൾ ഡോക്ടർ എന്ത് മറുപടി പറയും? ദ ആനിമൽസ് വെയർ ഓൾ ഔട്ട് സൈഡ്. ആനിമൽസ് എല്ലാം പുറത്താണ്, ഈ ആൾ മാത്രമാണ് ഈ ഷിപ്പിൽ മനുഷ്യനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജോബ് സ്മിത്ത് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പെർസെപ്ഷൻ്റെ, കാണുന്ന രൂപങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ഹസൻ എന്ന് പറയുന്നത് റിയാലിറ്റിയെ പെർസീവ് ചെയ്യുന്ന ആളാണ്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഉപകാരിയാവുന്ന മനുഷ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇൻഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് സമ്മറി വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും കേൾക്കുക. ഈ സ്റ്റോറി ലൈൻ ഉപയോഗിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ആൻസേഴ്സ് എല്ലാം എഴുതേണ്ടത്. അതുകൊണ്ട് സ്റ്റോറി ലൈൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ, അത് ശ്രദ്ധിച്ചിരിക്കുക. ജോബ് സ്മിത്തിൻ്റെ ഹസൻ്റെ ക്യാരക്ടർ ഒന്നും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻറ്റ് സ്റ്റോറി ലൈൻ മാത്രം. സോ ദ നറേറ്റീവ് ഈസ് എബൌട്ട് എ ഷിപ്പ് വോയേജ് ആൻഡ് ദ നറേറ്റർ ഈസ് എ.ജെ. ക്രോണിൻ. നറേറ്റീവ് എന്താണ്? ഷിപ്പ് വോയേജ് ആണ്. നറേറ്റർ ആരാണ്? എ.ജെ. ക്രോണിൻ ആണ്. എ.ജെ. ക്രോണിൻ ആരാ? ഹി ഈസ് ദ ഫിസിഷ്യൻ ഓഫ് ദ ഷിപ്പ്. So the narrative is about a ship voyage and the narrator is A.J. Cronin, the physician of the ship. The ship Rana Ganji starts from Liverpool and its destination is Calcutta. ലിവർപൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റാണാഗഞ്ചിയുടെ ഡെസ്റ്റിനേഷൻ കൽക്കട്ടയാണ്. The ship is thick packed with tourists ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ്. ഷിപ്പിൽ നിറയെ ടൂറിസ്റ്റുകളും ആംഗ്ലോ ഇന്ത്യൻ ഓഫീസേഴ്സുമാണ്. ദ ഷിപ്പ്, ദ വോയേജ് സ്റ്റാർട്ട്സ് ഇൻ എ കാം ആൻഡ് ക്ലിയർ വെദർ. നല്ല അന്തരീക്ഷത്തിലാണ് യാത്ര തുടങ്ങുന്നത്. ആൻഡ് മിസ് ജോബ് സ്മിത്ത്, ഷീ ഹെഡ്സ് ദ പ്ലഷർ ആക്ടിവിറ്റീസ് ഓഫ് ദ ഷിപ്പ്. ഷിപ്പിൻ്റെ പ്ലഷർ ആക്ടിവിറ്റീസ് എല്ലാം ഹെഡ് ചെയ്യുന്ന ആളാരാണ്? ജോബ് സ്മിത്ത് ആണ്. ജോബ് സ്മിത്തിനെ പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ജോബ് സ്മിത്ത് ആണ് പ്ലഷർ ആക്ടിവിറ്റീസ് ഹെഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയും ഭാഗം നോക്കിക്കേ. The narrative is about a ship voyage and the narrator is the physician of the ship, A.J. Cronin. The ship Rana Ganji starts from Liverpool and its destination is Calcutta. The ship is thick packed with Anglo-Indian army officers and their families and tourists. The ship starts in a calm and clear weather. Miss Job Smith heads the pleasure activities of the ship. Hassan, the Serang, approaches the doctor and tells him that 2 men are sick. ഹസൻ ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് പറയും 2 പേർക്ക് രോഗമാണ്. എന്ത് രോഗമാ? ദേ ഷോ ദ സിംറ്റംസ് ഓഫ് സ്മോൾ പോക്സ്. അവർക്ക് സ്മോൾ പോക്സിൻ്റെ സിംറ്റംസ് ആണ്. ദ ഡോക്ടർ അപ്രോച്ചസ് ക്യാപ്റ്റൻ ഹാമ്പിൾ. ഡോക്ടർ ക്യാപ്റ്റൻ ഹാമ്പിളിൻ്റെ അടുത്ത് പോകും. ക്യാപ്റ്റൻ്റെ പേരാണ് ഹാമ്പിൾ. ഹി ഈസ് എ തിക് സെറ്റ് മാൻ ഓഫ് 55. 55 വയസ്സുള്ള വളരെ തിക് സെറ്റ് ആയിട്ടുള്ള വളരെ കൃത്യതയുള്ള ഒരു മനുഷ്യനാണ്. എ സ്ട്രിക്ട് ഡിസിപ്ലിനേറിയൻ, വളരെ അച്ചടക്കമുള്ള ഒരാളാണ്. ആൻഡ് എ ഫെയർ മൈൻഡഡ് ഓഫീസർ. ആൻഡ് വാട്ട് ഡസ് ഹി ഡു? അദ്ദേഹം എന്ത് ചെയ്യും? ഹി എൻട്രസ്റ്റ് ദ ജോബ് ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ദ പേഷ്യൻസ് ഓൺ ഹസൻ ആൻഡ് ദ ഡോക്ടർ. എൻട്രസ്റ്റ് ചെയ്യും, ഏൽപ്പിക്കും. പേഷ്യൻസിനെ നോക്കുന്ന ജോലി ഹസനെയും ഡോക്ടറെയും ഏൽപ്പിക്കും. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം ഒന്ന് നോക്കാം. ഹസൻ, the Serang, approaches the doctor and tells him that 2 men are sick. They show the symptoms of smallpox. The doctor approaches Captain Humble, a thick-set man of 55, a strict disciplinarian and a fair-minded officer. He enters the job of taking care of the patients on Hassan and the doctor. Hassan and the doctor start taking care of the patients. What do? They arrange a temporary shelter, a makeshift lazaretto shelter
they arrange a temporary shelter in the stern of the ship. ഷിപ്പിൻ്റെ മുകൾ തട്ടിൽ ഒരു ടെമ്പററി ഷെൽട്ടർ ഉണ്ടാക്കും. They sponsor the patients with permanganate solution. പേഷ്യൻസിനെ എല്ലാം പെർമാംഗനേറ്റ് സൊല്യൂഷൻ വെച്ച് തുടയ്ക്കും. And they administer an antipyretic to each of them. രോഗം പകരാതിരിക്കാനുള്ള ആൻറ്റിപൈററ്റിക് കൊടുക്കും. And they hung sheets soaked in disinfectant around the shelter. ഷെൽട്ടറിന് ചുറ്റും ഡിസിൻഫെക്റ്റൻറ്റിൽ മുക്കിയ, കീടനാശിനിയിൽ മുക്കിയ, അണുനാശിനിയിൽ മുക്കിയ തുണി വിരിക്കും. And they arrange a stove to set up simple meals. സാധാരണ ആഹാരം, കഞ്ഞിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു സ്റ്റവ്, കുക്കിംഗ് സ്റ്റവ് കൂടെ സെറ്റ് ചെയ്യും. നമുക്ക് നോക്കാം. Hassan and the doctor, they start taking care of the patients. They arrange a temporary shelter, a makeshift lazaretto in the stern of the ship. They sponsor the patients with permanganate solution. They administer to them a strong antipyretic, and they hung sheets soaked in disinfectant around the shelter. They set up a cooking stove to prepare simple meals. The next day, one more person becomes sick. ഒരാൾ കൂടി രോഗിയാവും. The number of patients increases to 6, to 10, and finally 14. അപ്പോൾ ടോട്ടൽ എത്ര പേരാണ് രോഗികൾ? 14 പേരാണ് രോഗികൾ. ആദ്യം 2 പേര്, പിന്നെ ഒരാൾ കൂടി വരും, പിന്നെ 2 പേര്, അങ്ങനെ 6 പേരാകും. അതിനുശേഷം 4 പേർക്ക് കൂടി, അങ്ങനെ 10 പേരാകും. അതിനുശേഷം 4 പേർക്ക് കൂടി, അങ്ങനെ 14 പേര് രോഗികളാവും. നോക്കിക്കേ, one more person become sick the next day. The number of patients increases to 6, 10, and finally 14. അപ്പോൾ നമ്മുടെ രോഗികളുടെ എണ്ണം 14ആയി. After that what happens? 2 of the patients die. 2 രോഗികൾ മരിക്കും. And Hassan, he reads slogas from the Ramayana. Hassan രാമായണം വായിക്കും. You know, Hassan is a Muslim. Hassan ഒരു മുസ്ലിമാണ്. But he reads the Ramayana. പക്ഷേ ഹസൻ എന്ത് ചെയ്യുന്നു? രാമായണം വായിക്കുന്നു. ഹസൻ്റെ എന്ത് ക്വാളിറ്റിയാണ് അത് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ഹസൻസ് റിലീജിയസ് ടോളറൻസ്. എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആ മഹത്തായ മനസ്സിനെയാണ് അത് കാണിക്കുന്നത്. നോക്കിക്കേ, 2 of the patients die the next day. Hassan reads some slogas from the Ramayana, and this shows that Hassan is a man of religious tolerance. Okay. After that what happens? അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ ഇവന്റ് നോക്കിയാൽ മതി. The ship reaches Colombo. ഇതിനിടയ്ക്ക് ഒത്തിരി സംഭവങ്ങളുണ്ട്, നമ്മളതൊന്നും നോക്കുന്നില്ല. The ship reaches Colombo and the patients are admitted in a hospital. ഷിപ്പ് കൊളംബോയിലെത്തും, പേഷ്യൻസിനെ എല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. And Hassan took care of the patients without any fear and without the expectation of any reward. ഭയവുമില്ല, ഒരു റിവാർഡ് പ്രതീക്ഷയും ഇല്ലാതെയാണ് ഹസൻ ആ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്തത്. നോക്കിക്കേ, the ship reaches Colombo, the patients are admitted in a hospital. And Hassan took care of the patients without fear and without the hope of any reward. Finally, the doctor sees Hassan unloading the luggage. അവസാനം കാണുമ്പോൾ ഹസൻ വീണ്ടും അടുത്ത ജോലിയിലേക്ക് പോയിരിക്കുകയാണ്, ലഗേജ് അൺലോഡ് ചെയ്യുകയാണ്. മീൻസ് ജോബ് സ്മിത്ത് ആസ് ദ ഡോക്ടർ. ജോബ് സ്മിത്ത് ഡോക്ടറോട് ചോദിക്കും, where he has kept the animal. ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആനിമലിനെ എവിടെ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കും. The doctor replies, ഡബിൾ ഇൻവേർട്ട് കോമാസിൽ എഴുതണം, all animals were outside. ആനിമൽസ് എല്ലാം പുറത്താണ്. ജോബ് സ്മിത്ത് ഈസ് എ പേഴ്സൺ ഓഫ് ഫിസിക്കൽ പെർസെപ്ഷൻ. ആകാര ഭംഗിയിൽ ആകൃഷ്ടയാകുന്ന വ്യക്തിയാണ് ജോബ് സ്മിത്ത്. ബട്ട് ഹസൻ ഈസ് എ പേഴ്സൺ ഓഫ് റിയൽ പെർസെപ്ഷൻ. റിയാലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള മനുഷ്യനാണ് ഹസൻ. ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. The ship reaches Colombo. The patients are admitted in a hospital. The doctor sees Hassan unloading the luggage. Joe Smith asks him where he has kept the animal during the journey. The doctor replies, all animals were outside. The animals were all outside. That is his reply. Correct sentence double inverted commas il ezhudana. Job Smith is a person of physical perception and Hassan is a person of real perception.
ഇതാണ് നമ്മുടെ സ്റ്റോറി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇതിനകത്തുനിന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇത് സ്റ്റോറി ലൈൻ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.